ഇവിടെ നമ്മുടെ പേര് തന്നെ വളരെ അത്യാകർഷണീയമാണ്. റമളാനു തളാമുൻ. തളാമുൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ചേർത്ത് നിർത്തുകയാണ്. മിനൽ മഅറൂഫി ഷൈഅ. ചെറിയ ഒരു കാര്യത്തെ പോലും നിങ്ങൾ നിസാരമാക്കരുത്. ഒറ്റ കാര്യത്തെയും, ചെറുത് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യത്തെയും നമ്മൾ നിസാരമാക്കരുത്. ഈ പ്രാവശ്യം 20ഓളം കുടുംബങ്ങൾക്കാണ് KMCCയുടെ സഹായ ഹസ്തം വിതരണം ചെയ്യുന്നത്. മുസ്ലിം ലീഗിന്റെ ഈ പ്രസ്ഥാനം ഇന്ന് നമ്മുടെ പ്രദേശത്ത് തന്നെ 2 ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണ്. വെയിലും ചൂടും കാറ്റുമൊക്കെ സഹിച്ച് സ്വന്തം കുടുംബത്തിൻ്റെ വിഷയങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കളെ, അതിൽ ഉൾപ്പെട്ട ആളുകളെ ആ വിപത്തുകളിൽ الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم وبارك على سيدنا محمد وعلى آل أصحاب سيدنا ومولانا وشفيعنا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية ورسولا ورحمة نازلة وبركة شاملة أولا منا إلى حضرة روح نبينا وشفيعنا وحبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات صحابه البدريين والحديين والحمدقين وسائر الصحابة والصحابيات كلهم أجمعين وإلى حضرات آبائنا وأمهاتنا ومشايخنا وأساتذتنا وأجدادنا وجداتنا وسائر الأقاربين الموتى كلهم يا ذا الجلال والإكرام. اللهم ثم إلى حضرات جميع المؤمنين والمؤمنات والمسلمين والمسلمات. اللهم بحقوقهم وبجاههم يسر أسيرنا وسهل أمورنا وقض حوائجنا وأد ديوننا واشف أمراضنا وأمراض مرضانا يا شافي الأمراض. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم. اللهم انفعنا بهم يا رب العالمين. اللهم أعل درجاتهم عندك يا رب العالمين. اللهم آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. اللهم بارك لنا في جميع أمورنا خصوصا في اجتماعنا هذا بركة تامة جزيلة يا ذا الجلال والإكرام. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومشايخنا من الديون والمظالم والنار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير سيدنا. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ KMCC പൂർണ്ണമംഗലത്തിൻ്റെ ഭാരവാഹികളെ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാർ, രക്ഷിതാക്കൾ, നേതാക്കൾ, എല്ലാവരെയും അർപ്പിതമായിട്ടുള്ള സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പൂർണ്ണമംഗലം KMCC റിലീഫ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം എന്ന നിലയ്ക്കുള്ള ഒത്തുചേരലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 84 ആളുകൾ അടങ്ങിയിട്ടുള്ള പൂർണ്ണമംഗലം KMCCയുടെ റിലീഫാണ് നമുക്കിന്ന് വിതരണം ചെയ്യാനുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രവാസ ലോകത്തിൽ നിന്ന് സ്വരൂപിച്ചിട്ടുള്ള ഫണ്ട് കൈമാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മളോട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് അലവി ഹാജി പ്രസിഡന്റ്, മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സയ്യിദ് അലവി ഹാജി മൂപ്പർക്ക് ശാരീരികമായിട്ട് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. മൂപ്പര് അല്പസമയം കഴിഞ്ഞാൽ ഇവിടെ എത്തും. ഞാനൊരു സുദീർഘമായ സ്വാഗത പ്രസംഗത്തിന് മുതിരുന്നില്ല.
ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട CH നഗറിൽ നിന്ന് വന്നിട്ടുള്ള നേതാക്കൾ, നമ്മുടെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി അസർ ഹാജി, അതുപോലെ തന്നെ സൈദ് ഹാജി, അതുപോലെ തന്നെ ഹംസ ഹാജി, നമ്മുടെ കുഞ്ഞാലി ഹാജി, മൂലി ഹാജി, പ്രിയപ്പെട്ട KMCC നേതാവായിട്ടുള്ള നമ്മുടെ സുലൈമാൻ കാക്ക, അലീഫാക്ക, അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട കാരക്കാടൻ കുഞ്ഞിപ്പ ഹാജി, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള എല്ലാവർക്കും പേരെടുത്ത് പറഞ്ഞു പോയാൽ നേരം പോകും എന്നുള്ള കാരണത്താൽ ദീർഘിപ്പിക്കാതെ എല്ലാവരെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. മറ്റു മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും KMCCൻ്റെ ഒക്കെ നേതാക്കന്മാരെ, പ്രവർത്തകരെ, നമ്മൾ ക്ഷണിച്ചിട്ടുള്ള അതിഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതര സമുദായ അംഗങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങൾ. കുളമംഗലം KMCC കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് എല്ലാ വർഷവും റംസാന് നടത്തിപ്പോരാറുള്ള റംസാൻ റിലീഫിൻ്റെ ഭാഗമായി ഈ വർഷവും നമ്മൾ നടത്തുകയാണ്. ഏകദേശം 20ഓളം ആളുകൾക്ക്, 9 ആളുകൾക്ക് വീട് പണി നടക്കുന്നത് കൊണ്ട് അവർക്കുള്ള ചെറിയൊരു സഹായവും, കുറച്ചാളുകൾക്ക് 6ഓളം ആളുകൾക്ക് ചികിത്സക്കുള്ള സഹായവും, മറ്റ് അശരണരായ കുറച്ച് ആളുകൾക്ക് നമ്മൾ ചെറിയൊരു ഹദിയയുമായാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് വിതരണം ചെയ്യാനാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഏകദേശം 90ലധികം അംഗങ്ങളുള്ള കുളമംഗലം KMCCൻ്റെ മെമ്പർമാരുടെയും അതുപോലെ തന്നെ ഞങ്ങളോട് അടുപ്പമുള്ള പല കുടുംബങ്ങൾ, സഹോദരന്മാരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇത് സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഇരു ലോകത്തേക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാൻ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഫായിസ് വാഫി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. ഏറ്റവും ബഹുമാനാദരങ്ങൾ നിറഞ്ഞ KMCC ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെ വലിയൊരു ദൗത്യത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരുപാട് നിർധനരായ ആളുകൾക്ക് വലിയ ഒരു സഹായം, കൈത്താങ്ങ് നൽകുന്ന ഒരു വേദിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ നമ്മുടെ പേര് തന്നെ വളരെ അത്യാകർഷണീയമാണ്. റമളാൻ തളാമുൻ. തളാമുൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ചേർത്ത് നിർത്തുകയാണ്. അത്തളാമുൻ എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്താം. ചേർത്ത് നിർത്തലിന്റെ മാസമാണ് പരിശുദ്ധമായ റമളാൻ. എല്ലാ മതസ്ഥരെയും എല്ലാ വിഭാഗക്കാരെയും ചേർത്തണച്ചു പിടിക്കുന്ന ഏറ്റവും സുന്ദരമായ മാസമായിട്ടാണ് പരിശുദ്ധമായ റമളാനിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവിശ്വാസികൾ അല്ലെങ്കിൽ മനുഷ്യരെ എങ്ങനെയാണ് ഉപമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മസലുൽ മുഅ്മിനീന ഫീ തവാദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ്. എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ സത്യവിശ്വാസികളെല്ലാം ഒരു ശരീരം പോലെയാണ്. ഒരു ശരീരം കണക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആളുകളാണ് മനുഷ്യർ. ഇദശ്തകാ മിൻഹു ഉദൂൻ. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു അവയവത്തിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഉദാഹരണത്തിന് നമ്മുടെ കയ്യിന് ഒരു മുറിവ് പറ്റിയാൽ, ഇദശ്തകാ മിൻഹു ഉദൂൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. എല്ലാ ശരീരഭാഗങ്ങളും, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഒരു വിരലിന് ഒരു മുറിവ് പറ്റിയാൽ പോലും എല്ലാ ശരീരഭാഗങ്ങളും ഏറ്റവും കുറഞ്ഞത് പനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേദന അനുഭവിച്ചുകൊണ്ടോ മറ്റ് ശരീരാവയവങ്ങൾക്ക് കൂട്ടിയിരിക്കും. ഇതുപോലെ ആയിരിക്കണം ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർ. നമ്മളെല്ലാവരും ഒരു ശരീരം പോലെയാണ്. ഒരു ശരീരം കണക്കെ ഒരൊറ്റക്കെട്ടായി നിൽക്കേണ്ട ആളുകളാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഒരു ശരീരം പോലെ ചേർത്തണച്ച് ഒറ്റക്കെട്ടായി എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാവരുടെ കൂടെ കൈകോർത്ത് പിടിച്ച് നിൽക്കുന്ന മനുഷ്യരായിട്ട് മാറണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഉദാഹരണം എങ്ങനെയാണ്? മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം പോലെയാണ്. ഒരു തൂണിന് എന്തെങ്കിലും പറ്റിയാൽ മറ്റു തൂണുകളൊക്കെ പൊളിഞ്ഞു വീഴും. ഇതുപോലെ പരസ്പരം താങ്ങായി തണലായി നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ. നമ്മുടെ എല്ലാ വ്യത്യാസങ്ങളും മറന്ന് രാഷ്ട്രീയമായ മതകക്ഷി ഭേദമന്യേ എല്ലാവരും പരസ്പരം സഹകരിച്ച് നിൽക്കേണ്ട ആളുകളാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വചനം ഇങ്ങനെയാണ്: തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പരസ്പരം നല്ല കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ.
തെറ്റായ കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും സഹകരിക്കാൻ പാടില്ല. ഈ ഒരൊറ്റ ആയത്തിനെ, ഈ ഒരൊറ്റ സൂക്തത്തെ കുറിച്ച് മാത്രം സംസാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് നല്ല കാര്യങ്ങളിൽ എല്ലാ മനുഷ്യരും പരസ്പരം സഹകരിക്കണം. എല്ലാ കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ മുഴുവനും നമ്മൾ സഹകരിക്കണം. ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. നമുക്കറിയാം, ഒരാൾക്ക് ഒരു സദഖ ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ എന്നല്ല ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഒരാൾ പോലും ഇന്നേ വരെ ലോക ചരിത്രത്തിൽ സ്വതക്ക ചെയ്ത് മുടിഞ്ഞു പോയിട്ടില്ല. സ്വതക്ക ചെയ്തത് കൊണ്ട്, മറ്റൊരാളെ സഹായിച്ചത് കൊണ്ട് സമ്പത്തില്ലാതായി പോയ ഒരാളില്ല. അപ്പൊ യൂസുഫ് അലിയൊക്കെ എത്രയോ കോടികളാണ് അദ്ദേഹം സക്കാത്തായിട്ടും സ്വതക്കയായിട്ടൊക്കെ നൽകുന്നത്. ഇതുവരെ അദ്ദേഹം കോടീശ്വര പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടില്ല. അപ്പൊ റസൂൽ പറയുന്നുണ്ട്, മാ നഖസത്ത് സ്വതഖത്തു മിൻ മാലിൻ, നിങ്ങളൊരാൾക്ക് സ്വതക്ക കൊടുത്തു എന്നതുകൊണ്ട്, നിങ്ങളൊരാൾക്ക് ദാനം ചെയ്തു എന്നതുകൊണ്ട് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് യാതൊരുവിധ കുറവുണ്ടാകുന്നില്ല. കാരണം സ്വതക്ക എന്ന് പറയുന്നത് സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്ന മനോഹരമായ ഒരു സംഗതിയാണ്. അപ്പോ ഇവിടെ നടക്കുന്നത് സ്വതക്ക അല്ലെങ്കിൽ ചാരിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ റിലീഫ് എന്നാണ് നമ്മൾ പറയാം. റിലീഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഇംഗ്ലീഷിൽ അർത്ഥം ആശ്വാസം എന്നാണ്. നമ്മൾ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കുമ്പോൾ അത് ആശ്വാസമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മൾ 1 രൂപയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ട്. ആ ആശ്വാസം കൈമാറുന്ന ഒരു വലിയ ദൗത്യത്തിനാണ് നമ്മളിപ്പോൾ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ, ഈ 2 കാര്യം, നന്മയിൽ നമ്മൾ സഹകരിക്കണം, തിന്മയിൽ തെറ്റായ കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും സഹകരിച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ഇത്തരം പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകാൻ, ഏറ്റവും ചെറിയൊരു തോതിലെങ്കിലും നമുക്ക് അതിൽ പങ്കാളികളാകാനുള്ള തൗഫീഖ് നൽകട്ടെ. കാരണം പല തുള്ളി പെരുവെള്ളം, നമ്മൾ ചെറിയൊരു സഹായം ചെയ്താൽ അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ പൈസ കൊടുക്കുന്നത് പോലും ഒരു സമൂഹം എന്നുള്ള രീതിയിൽ അത് വലിയ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പൈസക്കാരനായാലേ സ്വതക്ക കൊടുക്കൂ എന്നുള്ള ദുർഭാഷകളൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ കാര്യമാണെങ്കിലും നമ്മളെ കൊണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായത് ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാം. അതാണ് പ്രവാചകന്റെ മറ്റൊരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, ചെറിയ ഒരു കാര്യത്തെ പോലും നിങ്ങൾ നിസാരമാക്കരുത്. ഒറ്റ കാര്യത്തെയും, ചെറുതെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യത്തെയും നമ്മൾ നിസാരമാക്കരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കുന്നത് ചെറിയ കാര്യം നമുക്ക് തോന്നും, പക്ഷെ അതിനുപോലും നീ നിസാരാക്കരുത്. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ ഒരു കൊട്ടാരം പണിയാൻ നമുക്ക് സാധിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യം കൊണ്ട് ഞാൻ ഈ ഒരു സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ചുങ്കം യൂത്ത് വിങ്ങിൻ്റെ പ്രതിനിധികൾ എത്തിയിട്ട് അവർക്ക് പോകാൻ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മൾ റാഫി സാഹിബ് അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ, ഷിഫായി കൊടുക്കട്ടെ, നല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്തതായിട്ട് ഫണ്ട് കൈമാറ്റത്തിൻ്റെ ഉദ്ഘാടനമാണ്. അത് 20-ാം വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് CP സയ്യിദ് അലി ഹാജിക്ക് കൈമാറിക്കൊണ്ട് കുളമംഗലം KMCCൻ്റെ പ്രതിനിധി KV സുലൈമാൻ സാഹിബ് നിർവഹിക്കും. അതിനുവേണ്ടി 2 പേരെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. സഹായം കൊടുക്കുന്നത് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു കവർ മാത്രം ഇത് ചുങ്കം യൂത്ത് വിങ്ങിന് കൈമാറാണ്. അത് നമ്മുടെ സഹോദരൻ്റെ വീട് പണിക്ക് വേണ്ടിയിട്ടുള്ള നാസർ എന്ന ഒരു സഹോദരൻ്റെ വീട് പണിക്കുള്ള സഹായമാണ്. അത് അവർ അവിടുന്ന് ഫണ്ട് എടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് അവർക്ക് കൈമാറുന്നത് മാത്രമാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. മറ്റുള്ളതൊന്നും നമ്മൾ ഫോട്ടോ വീഡിയോസ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ സംഭാവന കൊടുക്കുന്നത് സയ്യിദ് അലി ഹാജിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഹാജിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അത് വാങ്ങിക്കാൻ ചുങ്ക യൂത്ത് ലീഗിൻ്റെ പ്രതിനിധികളായ റാഫി, ഹനീഫ സാഹിബ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി സീസ് നഗർ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാന്യനായ റസാഖ് മാസ്റ്റർ ആദരപൂർവ്വം ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമാന്യരെ, സമയക്കുറവ് കൊണ്ട് ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ ഞാൻ മുതിരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ
സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഈ പ്രസ്ഥാനം ഇന്ന് നമ്മുടെ പ്രദേശത്ത് തന്നെ 2 ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഒന്ന് CH നഗർ ഞങ്ങൾ രാവിലെ 10 മണിക്ക് നമ്മുടെ ആദ്യയുക്തങ്ങൾ അത് നിർവഹിക്കുകയുണ്ടായി. അനീഫ സാഹിബൊക്കെ അവിടെ സന്നിഹിതരായിരുന്നു. രണ്ടാമതായിട്ട് ഇന്ന് ഇവിടെ നടക്കുന്ന KMCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ പ്രവർത്തനവും അതും നമ്മൾ വളരെ സന്തോഷത്തിലുള്ള ഒരു നിമിഷമാണ്. വാപ്പി പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഒരു പുഞ്ചിരിയാണെങ്കിൽ അത് ദാനം ചെയ്യാനുള്ള സന്നദ്ധതയാണ് ഏറ്റവും വലിയത്. അവന്റെ സദക്കയാണ് ഏറ്റവും വലിയതായിട്ട് സ്വീകരിക്കപ്പെടുന്നത് എന്ന് നമ്മളറിയാം. അതാ സന്നദ്ധതയും അതിൻ്റെ നമ്മളെ മറ്റൊന്നും മോഹിക്കാതെയുള്ള കർമ്മവും അതാണല്ലോ ഏറ്റവും വലിയ സ്വലിയായിട്ടുള്ള അമൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നത് അതിൻ്റെ വലിപ്പമല്ല, അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ പൂളമംഗലം KMCC വളരെ കാലമായിട്ട് തന്നെ വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള വളരെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന അതോനാട് പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു KMCC ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എവിടേക്കോ നമ്മളുടെ പ്രവാസികളുണ്ടോ അവിടെയൊക്കെ KMCC അവരുടെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തി. കഴിഞ്ഞ ദിവസം ഓരോ റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചൈനയിലെ KMCC, ചൈന എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ചൈനയിലെ KMCCയുടെ ഇഫ്താർ സംഘം അവിടെ നടക്കുന്നത് നമ്മൾ കാണാനിടയായി. അപ്പോൾ ലോകത്തിന്റെ ഏത് കോണുകളിലും നമ്മളുണ്ടോ അവിടെയൊക്കെ നമ്മളുടെ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് നമ്മളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അധികാരത്തിന്റെ രാഷ്ട്രീയത്തിന് ഉപരി മനുഷ്യന്റെ സഹായ ഹസ്തമാണ് നമ്മളുടെ പാർട്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്തരമായ കർമ്മത്തിൽ പങ്കെടുക്കാനും അതിനെന്നെ ക്ഷണിച്ചവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇനിയും നിങ്ങൾക്ക് ഇത്തരം സോലിയായ അമലുകൾ ചെയ്യാൻ കഴിയട്ടെ. KMCCയെ അതിന് പ്രത്യേകം കുളമംഗലം KMCCക്ക് അതിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവർക്ക് അതിന് നിലവിൽ നമ്മുടെ നാട്ടിൽ നിന്നും സ്വന്തം പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവാസ ലോകത്ത് എത്തിച്ചേർന്ന് നിർമ്മിക്കപ്പെട്ട ഈ KMCC എന്ന പൂളമംഗലം KMCC എന്ന സംഘടന രൂപീകരിച്ചിട്ട് ഒരു 10 വർഷത്തോളമായിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങള് നാട്ടില് ആർക്കെങ്കിലും അത്യാവശ്യമായി ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാല് ഞങ്ങൾ ആദ്യം സമീപിക്കല് ഈ KMCC സംഘടനയാണ്. അത് അവിടെ കക്ഷി രാഷ്ട്രീയോ അല്ലെങ്കിൽ മതമോ ജാതിയോ ഒന്നും നോക്കാതെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും സഹായിക്കാൻ അതിന് പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ ഫണ്ട് വിതരണം ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു അമലായി സ്വീകരിക്കട്ടെ. നാം ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സദക്ക എന്നുള്ളത്. ഇതിങ്ങനെ സമൂഹത്തിൻ്റെ ഇടയിൽ സ്വരൂപീകരിച്ച് ഒന്നിച്ചു കൊടുക്കുമ്പോൾ അത് കിട്ടുന്നവർക്കും മറ്റുള്ളവർക്കും ഒരു സൗകര്യമായി തീരും. അത് നല്ല നിലക്ക് പോകാൻ അല്ലാഹു തആല ഇനിയും ഭാഗ്യം നൽകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സമ്മതിക്കും. നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്, അതിൻ്റെ പ്രതിനിധികളാണ്, അത് ഉൾക്കൊള്ളുന്നവരാണ്. അതിനുവേണ്ടി നമ്മൾ സദാസമയത്തും നമ്മുടെ സമയം ഒരുപാട് അങ്ങോട്ട് നീക്കി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ. അതിൽ നിന്ന് ഈ നാട്ടിൽ നിന്ന് ഗൾഫ് രാജ്യത്ത് പോയി അവിടെ ചെന്ന് ഈ വെയിലും ചൂടും കാറ്റുമൊക്കെ സഹിച്ച് സ്വന്തം കുടുംബത്തിൻ്റെ വിഷമങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ കുടുംബം സുഖകരമായി ജീവിക്കുന്നതിന് വേണ്ടി ആ രാജ്യത്ത് പോയി അധ്വാനിക്കുമ്പോൾ ആ അധ്വാനിച്ച് കിട്ടുന്ന അവർക്ക് കിട്ടുന്ന വേതനത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നീക്കി വെച്ച്
അവർ ഈ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന് വേണ്ടി ഇവിടെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അവരെ സ്വരൂപിച്ച് അവരെ ഒരുമിച്ച് കൂട്ടി ഇത്തരം വേദികളിൽ അതിനർഹപ്പെട്ട ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലവിധ സംഘടനകളും പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ ഗൾഫ് പോയിട്ട് സംഘടന ഉണ്ടാക്കി KMCC ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത് പോലെ മറ്റൊരു സംഘടനയും പ്രവർത്തിക്കുന്നില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഇനിയും ഈ രാജ്യം നിലനിൽക്കുന്ന കാലത്തോളം, നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിലനിൽക്കുന്ന കാലത്തോളം ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ KMCCക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവിധ ആരോഗ്യവും ആയുസ്സും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുമായി കൂടുതൽ ഞാൻ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കുന്നില്ല. ഇതിലൂടെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവിധ ആശംസകളും ഈ സംഘടനക്കും ഈ പ്രവർത്തനത്തിനും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. കൊടുക്കാനുണ്ടായിരുന്നു. നമ്മുടെ CH സെൻ്ററിലെ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ അന്ന് പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങിച്ച് പാർട്ടിയിലേക്ക് കടന്നു വന്ന കൊളത്തുവാടൻ കബീർ, അദ്ദേഹം ഇപ്പോൾ ഗൾഫിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അത് കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി അഷ്റഫ് VK സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയമുള്ളവർക്ക് നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൻ്റെ അവസാന ദിനങ്ങളിൽ നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യവുമായിട്ട് നമ്മുടെ ഈ പ്രദേശത്തിന് ഒരു വെളിച്ചം നൽകുന്ന സംഘടനയായിട്ടുള്ള KMCC കൂളമംഗലത്തിൻ്റെ റംസാൻ റിലീഫ് വിതരണ ക്യാമ്പയിലാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഹനീഫ സാഹിബ്, അതുപോലെ തന്നെ ഈ പ്രൗഢോജ്വലമായ ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ഫായിസ് വാഫി അവർകൾ, കൂടാതെ ആശംസകൾ അറിയിപ്പിച്ച് സംസാരിച്ച പ്രമുഖ വ്യക്തിത്വങ്ങളായിട്ടുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒരുപാട് വർഷങ്ങളായി നമ്മുടെ ഈ പ്രദേശത്ത് പാവങ്ങൾക്ക് അല്ലെങ്കിൽ വീട് നിർമ്മാണ മേഖലയായാലും മറ്റു സാമ്പത്തിക പ്രതിസന്ധികളായാലും അവരെ കൂടെ നിന്ന് അവർക്ക് വേണ്ട ആശ്രയം താങ്ങും തണലുമായി നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഈ KMCC കൂളമംഗലം. ഇതിൻ്റെ പിറകിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നം, പ്രത്യേകിച്ചും പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് പ്രവാസികളായിട്ടുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ഇത്തരം ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊക്കെ നാഥൻ അർഹമായ പ്രതിഫലം ഇരു ലോകത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ മഹത്തായ ചടങ്ങിന് നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.